ജൂലൈ 6 ഇന്ന് വേൾഡ് സൂണോസിസ് ഡേ ആണ്. ലോക ജന്തുജന്യ രോഗ ദിനം. 1885 ലൂയിസ് പാസ്റ്റർ പേ വിഷബാധയ്ക്കെതിരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും അപകടം വിതച്ചിട്ടുള്ളതും ജന്തുജന്യ രോഗങ്ങളാണ്. നമുക്ക് മുന്നിൽ തന്നെ കോവിഡും നിപ്പയും ഹാൻഡയും നൂറ്റാണ്ടുകൾക്കിപ്പുറം പേ വിഷബാധയും ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ തുടരുന്നു. സാധാരണ നമ്മൾ ഈ ദിവസത്തിൽ പേ വിഷബാധയെ കുറിച്ചാണ് സംസാരിക്കാറ്. പക്ഷെ ഇന്ന് ഒരു ജന്തുജന്യ രോഗത്തെ കുറിച്ചല്ല, എന്തുകൊണ്ട് ജന്തുജന്യ രോഗങ്ങൾ പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നു, എന്തുകൊണ്ട് എപ്പോഴും പന്നികൾ ഇതിനുള്ളൊരു സ്രോതസ്സാവുന്നു എന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. കേരളത്തിൽ നിപ്പ അതിജാഗ്രതയുടെ 6 മാസക്കാലം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഈ വാർണിംഗ് പോകുന്നത് ഒന്ന് പന്നികളുമായിട്ട് അടുത്തിടപെടുന്ന കർഷകർക്കും അതുപോലെ വെറ്റിനറിയൻസിനുമാണ്. ഇത് നിപ്പയുടെ കാര്യത്തിൽ മാത്രമല്ല, പന്നിപ്പനി വന്നാലും കോവിഡ് വന്നാലും പന്നി കർഷകർക്ക് മുന്നറിയിപ്പ് പോകുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് എപ്പോഴും പന്നികൾ? നിങ്ങൾ വിചാരിക്കുന്നതിലധികം സിമിലാരിറ്റി പന്നികൾക്ക് മനുഷ്യരായിട്ടുണ്ട്. ജന്തുജന്യ രോഗം ഉണ്ടാക്കുന്ന വൈറസുകളാണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഒരു ഹോസ്റ്റിൽ നിന്ന്, സാധാരണഗതിയിൽ അവർക്ക് അസുഖം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ വസിക്കുന്ന ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ആ ഹോസ്റ്റിലേക്ക് കടക്കുന്നത്. ഓരോ ജീവിയുടെയും ശരീരഘടനയിലുള്ള വ്യത്യാസം കാരണം ഈ വൈറസുകൾക്ക് പെട്ടെന്ന് മറ്റൊരു ജീവിയിലേക്ക് സാധാരണയായി കടക്കാൻ സാധിക്കാറില്ല. അവയവങ്ങളുടെ വലുപ്പം, ഘടന, ഉപയോഗം, ഈ 3 കാര്യങ്ങളിലും മനുഷ്യരോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് പന്നികൾ. പന്നി ഹൃദയം മനുഷ്യരിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് നമ്മൾ പത്രങ്ങളിലൂടെ അറിഞ്ഞതാണ്. പന്നിയുടെ ഹൃദയ വാൽവുകൾ കാലങ്ങളായിട്ട് മനുഷ്യരിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി മെഡിക്കൽ ഡ്രാമ സീരീസുകൾ കാണുന്നവരാണെങ്കിൽ ഒരുവിധം എല്ലാ മെഡിക്കൽ ഡ്രാമ സീരീസിലും ഒരു എപ്പിസോഡെങ്കിലും പന്നികളേനെ ഹ്യൂമൻ മെഡിസിനിൽ യൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. Why does he need an operation? He is giving his heart to another one of our patients. But how will he live if he gives his heart away? He can't. He is going to die. ഇനി ഹൃദയമായിട്ടുള്ള സിമിലാരിറ്റി മാറ്റി വെച്ചാലും ഇവരുടെ ആമാശയും ദഹന വ്യവസ്ഥയും എല്ലാം തന്നെ മനുഷ്യരായിട്ട് വളരെയധികം സിമിലർ ആണ്. This is so bizarre. Not really. We just take Joey's blood out of his body and run it through a pig. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എങ്ങനെയാണ് വൈറസുകൾ ഒരു ജീവിയിൽ നിന്ന് മറ്റു ജീവിയിലേക്ക് കടക്കുന്നതെന്ന് നോക്കാം. പല ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും അവരാക്രമിക്കുന്ന കോശങ്ങളോട് പ്രത്യേക മമതയുള്ളവരാണ്. പന്നികൾക്ക് മനുഷ്യരുടെ സെല്ലുമായിട്ട് ഒരുപാട് സാമ്യതയുള്ളതുകൊണ്ട് ഈ വൈറസുകൾക്ക് ഈ കടമ്പ കടക്കാൻ ഒരുപാട് എളുപ്പവുമാണ്. നിപ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പന്നിപ്പനി കാരണം പന്നികളെ കൊന്നെടുക്കുന്ന കാര്യമാണ്. ഇപ്പം അടുത്ത് വന്ന സ്വൈൻ ഫീവർ പന്നിപ്പനിയല്ല, 2009 സ്വൈൻ ഇൻഫ്ലുവൻസ H1N1 വന്നിരുന്നു. പനിയാണ് ഇതിൻ്റെ മേജർ ലക്ഷണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടിനെയും പന്നിപ്പനി എന്ന് തന്നെയാണ് പറയാറ്. നമ്മൾ കരുതുന്ന പോലെ H5N1 പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപകമായി പടരാറില്ല. എന്നാലും നമ്മൾ പക്ഷിപ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികളെ കൊന്നൊടുക്കാറുണ്ട്. ഇതിനുള്ളൊരു പ്രധാന കാരണം ഈ പക്ഷിപ്പനി ബാക്കി പക്ഷികളിലേക്ക് അല്ലെങ്കിൽ ദേശാടന കിളികളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. ഈ ദേശാടന പക്ഷികളുടെ കാര്യം പറയുമ്പോൾ ദേശാടന പക്ഷികൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല, പന്നി ഫാമുകളിലേക്ക് ഇവരെത്തുകയാണെങ്കിൽ ഈ അസുഖം ഇവർ പന്നിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷികളിൽ അസുഖം ഉണ്ടാക്കുന്ന വൈറസുകൾക്ക് സിമിലർ ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് പന്നികളിലും ഉണ്ട്. പന്നികളിൽ ഈ വൈറസുകൾക്ക് ചെറിയൊരു ജനിതകമാറ്റം സംഭവിച്ചാൽ ആ വൈറസുകൾക്ക് മനുഷ്യരേനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പന്നികളേനെ ഒരു മിക്സിംഗ് വെസൽ, ഒരു ബ്ലെൻഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ചെറിയ ജനിതക മാറ്റത്തിന് നമ്മൾ ആന്റിജനിക് ഷിഫ്റ്റ് എന്നുമാണ് പറയാറ്. മിക്ക അസുഖങ്ങളും പോലെയാണ് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് വന്ന് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത്. ഏകദേശം 80 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് മനുഷ്യരും പന്നികളും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വേർപെട്ട് വന്നത്. എങ്കിലും 2012 നടന്നിട്ടുള്ള ഒരു പഠന പ്രകാരം മനുഷ്യരിൽ കണ്ടുവരുന്ന ആൽസൈമേഴ്സ്, ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് മനുഷ്യരിൽ ഉണ്ടാകുന്ന സെയിം ജീൻ മ്യൂട്ടേഷൻ പന്നികളിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിമ്പാൻസിയാണ് മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി എങ്കിലും
മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള ജീവിയാണ് പന്നി. പ്രൈമേറ്റ് ആയിട്ടുള്ള ജീവികൾ മിക്കവരും എൻഡേഞ്ചേർഡ് ആണ്, പ്രത്യേക സംരക്ഷണം വേണ്ടവരുമാണ്. അതുപോലെ തന്നെയുള്ള എത്തിക്കൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇന്നും നമ്മൾ ഹ്യൂമൻ സർജിക്കൽ ട്രെയിനിങ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റിംഗ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റിനൊക്കെ പന്നികളെയാണ് ഉപയോഗിക്കുന്നത്. പന്നിയെ നമ്മൾ വളർത്തുന്ന മിക്കപ്പോഴും ഇറച്ചിക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഹ്യൂമൻ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൂടിയാണ്. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ പന്നികളെ കുറ്റം പറയാറുണ്ടെങ്കിലും അതിലും കൂടുതൽ ജീവനുകൾ രക്ഷിക്കാനും പന്നികൾ കാരണമായിട്ടുണ്ട്. ഓരോ ജന്തുജന്യ രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സൂണോസിസ് ഡേയും വൺ ഹെൽത്തിനെ മുറുകെ പിടിക്കുന്നത്. ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് എൻവയോൺമെൻറ്റ്, മനുഷ്യർ, മൃഗങ്ങൾ, പരിസ്ഥിതി, ഇത് മൂന്നും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമാണ് ജന്തുജന്യ രോഗങ്ങളെ തടയാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സൂണോസിസ് ആർ റൈസിങ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, ഷെയർഡ് സ്പേസ് എന്നുള്ളതാണ് ഈ വർഷത്തെ ജന്തുജന്യ രോഗ ദിനത്തിൻ്റെ തീം. നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.